ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുള്ള മീൻസ് ഇതിന് മുന്നേ ഒരു തവണ ചെയ്തിട്ടുള്ള നമ്മുടെ വഴിമുക്ക് പാലരാമപുരം റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ സംബന്ധിച്ചുള്ള വർക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകര പാറശാല വഴി നാഗർകോവിലിനും കന്യാകുമാരിക്കും തിരുനെൽവേലിക്കും ഒക്കെ പോകാൻ പറ്റുന്നൊരു റോഡാണ് ആംബുലൻസ്. അപ്പോൾ നമ്മൾ ആംബുലൻസിന് എപ്പോഴും സൈഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ഏരിയ തൊട്ടാണ്, അതായത് നമ്മുടെ ഇത് വഴിമുക്കിൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ തോതിൽ പഴയ വീടുകളൊക്കെ പൊളിച്ച് ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം. അകത്തേക്ക് സ്ഥലമെടുത്ത് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെങ്ങൊക്കെ പോകും. അപ്പോൾ ഇവിടെയൊക്കെ സ്ഥലമെടുത്ത് ലെവൽ ചെയ്യുന്ന വർക്കുകളും വീടുകളും മറ്റും മതിലുകളും മറ്റുമൊക്കെ പൊളിച്ചു മാറ്റുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ സൈഡിലോട്ടൊക്കെ കയറി ലെവൽ ചെയ്തിട്ടുണ്ട്. പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ വഴിമുക്ക് ജംഗ്ഷനാണ്. വഴിമുക്ക് ജംഗ്ഷനിൽ നമ്മുടെ എന്താ പറയുക, പൂവാറിലോട്ട് പോകുന്ന ആ ഒരു ജംഗ്ഷനാണിത്. ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു മാറ്റപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ സൈഡ് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടായിരുന്ന ഏരിയയാണ്. ഇവിടെയൊക്കെ പൊളിച്ചത് ഇതുണ്ട്. ഈ ഒരു ബിൽഡിംഗ്, ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളെല്ലാം മൊത്തത്തിൽ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ചെറിയ തോതിൽ വീതി കൂടുമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ക്രോസ് ചെയ്ത് ഇനി അങ്ങോട്ട് പോകാണ്ട്. ഇവിടെയൊക്കെ ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ സൈഡിലൊക്കെ വീടുകളൊക്കെ പൊളിച്ചു മാറ്റി, പഴയ കടകളൊക്കെ പൊളിച്ചു മാറ്റി ലെവലിങ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാലരാമപുരം ഭാഗത്തേക്ക് പോകാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, നല്ല തോതിൽ സ്ഥലങ്ങളൊക്കെ എടുത്തു തുടങ്ങി ലെവലിങ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള ഒരു റോഡാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പഴയ വീടുകളൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിച്ച് അകത്തേക്ക് സ്ഥലം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലെവലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ഓഡിറ്റോറിയം, ബാങ്ക്, അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ടിപ്പറൊക്കെ കണ്ടില്ലേ, ഒരു മയമില്ലാതെ വരുന്നത്. ഇവിടെയൊക്കെ ലെവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ വളവൊക്കെ കുറച്ചൊക്കെ നെവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീതിക്ക് സ്ഥലം എടുത്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡിലോ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് കൂടുതൽ സ്ഥലം എടുത്താൽ ഈ വളവൊക്കെ ചെറിയ തോതിൽ നമുക്ക് നിവർത്താൻ പറ്റും. റെയിൽവേ ലൈനിൽ മാത്രം വളവുകൾ നിവർത്തിയാൽ പോരല്ലോ, നമുക്ക് റോഡുകളിലും വളവൊക്കെ നിവർത്തണ്ടേ. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെയൊക്കെ ഇച്ചിരി മറ്റേ നമ്മുടെ എന്താ പറയുക, ഈ ക്ലേ വെച്ചിട്ട് ചട്ടിയും കലമൊക്കെ നിർമ്മിക്കുന്ന കടകളൊക്കെയാണ് ഇവിടെ. ഈ ഒരു സൈഡിലുള്ള രണ്ട് സൈഡിലുള്ള കടകളും എല്ലാം പോകും. അതാണ് ഇവിടെ എങ്ങും ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത രീതിക്ക് തന്നെ നിൽക്കുന്നത്. കാരണം ഈ കടകളൊക്കെ ഏറ്റെടുത്ത് ഇനി ഇവിടെ എല്ലാം സ്ഥലം, റോഡ് വികസിപ്പിക്കേണ്ട സ്ഥലങ്ങളാണിതെല്ലാം. അതുകൊണ്ടാണ് ഇവിടെയെങ്ങും ഒരു തരത്തിലുള്ള പുതിയ കൺസ്ട്രക്ഷനും നടക്കാത്തത്. എല്ലാം ഒരുവിധം ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ അനാഥപ്രേതാലയങ്ങൾ പോലെയോ ഒക്കെ കിടക്കുകയാണ്. വീണ്ടും ഒരു ആംബുലൻസ് പോട്ടെ. ഇവിടെയാണ് നമ്മുടെ ബാലരാമപുരത്തിൻ്റെ തനത് മറ്റേ കൈത്തറി റിലേറ്റഡ് കടകളൊക്കെ ആ ഭാഗത്താണ്. ഇവിടെയും ചെറിയ തോതിൽ കടകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ഇത് ഏകദേശം നമ്മൾ ബാലരാമപുരം ജംഗ്ഷൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഇവിടെയൊക്കെ ചെറിയ തോതിൽ കടകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഹോട്ടലുകളായാലും കടകളായാലും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ബാലരാമപുരം ജംഗ്ഷനിലേക്ക്, കുപ്പിക്കഴുത്ത് ജംഗ്ഷനിലേക്ക് കയറുകയാണ്. അതായത് ഈ സൈഡ് കുപ്പിക്കഴുത്താണ്, അപ്പുറത്ത് നാലുവരിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഓരോരുത്തർ കൊണ്ടുവന്ന് പാർക്കിംഗ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് പിന്നെയും ബ്ലോക്ക് കൊടുത്തേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ട് ജസ്റ്റ് ഒന്ന് പോയി അവിടെ ഒരു സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്. ആ സ്ഥലം ഒന്ന് കാണിച്ചിട്ട്, ഇതെന്തോന്നടേ ഓട്ടോ സ്റ്റാൻഡും കുഴപ്പമൊന്നുമല്ല, ചുമ്മാ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇട്ടേക്കുക.
ഇവിടെ പിന്നെ അനധികൃതമായിട്ടുള്ള പാർക്കിങ്ങിൻ്റെ ഏരിയയാണ് ഇത്. KSRTCക്ക് ഇട്ട് പാര വെക്കുന്ന ഒരു സമാന്തരനാണ്. നമ്മുടെ വിഴിഞ്ഞം റൂട്ടിലും ഒക്കെ സമാന്തരന്മാരുടെ കളിയാണ്. ഇവിടെ ഈ ഒരു സൈഡിൽ ഇവിടെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഒന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് പോലൊക്കെ വരുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു റോഡിന് നല്ല പോലെ വീതി കൂടണം. കാരണം അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ ഈ സിറ്റി കടകളൊക്കെയുള്ള സിറ്റി ഏരിയയൊക്കെ ഒന്ന് കഴിയുന്നവരെ നല്ല തോതിൽ വീതി കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ നമ്മുടെ ബാലരാമപുരം സ്റ്റേഷനിൽ നമ്മുടെ ഗുഡ്സിൻ്റെ ഒരു, അതായത് കണ്ടെയ്നർ ടെർമിനൽ, താൽക്കാലിക കണ്ടെയ്നർ ടെർമിനൽ ബാലരാമപുരം സ്റ്റേഷനിൽ വരും. അപ്പോൾ ആ ബാലരാമപുരം സ്റ്റേഷനിൽ ആ ഒരു കണ്ടെയ്നർ ടെർമിനൽ താൽക്കാലികമായിട്ട് വരുമ്പോൾ നമുക്ക് ഈ റോഡിന് വീതി കൂടിയാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് വണ്ടികൾ, കണ്ടെയ്നർ ലോറികൾ ഇതുവഴി പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓൾറെഡി ബ്ലോക്കുള്ള ഈ സ്ഥലത്ത് വീണ്ടും ബ്ലോക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ അറിഞ്ഞത് വെച്ച് താൽക്കാലിക കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ബാലരാമപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്താണ്. അപ്പോൾ ഈ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാട്ടാക്കട റൂട്ടിൽ പോയി കഴിഞ്ഞാലാണ് ഈ പറയുന്ന കണ്ടെയ്നർ ടെർമിനൽ, താൽക്കാലിക കണ്ടെയ്നർ ടെർമിനൽ വരുന്നത്. അപ്പോൾ അവിടുന്ന് ട്രക്ക് മുഖേന, അതായത് റോഡ് മുഖാന്തരം കണ്ടെയ്നേഴ്സ് നീക്കം ചെയ്യാനായിട്ട് ലോറികളായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ആ ലോറികൾ കടന്നു പോകേണ്ട റോഡിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ട് പോകാം, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് പോകാം. അതായത് നമ്മുടെ ഓൾറെഡി 4 വരിപ്പാത ആണെങ്കിൽ കൂടി ഇവിടെ സൈഡിൽ ഇനിയും സ്ഥലമെടുത്ത് വീതി കൂട്ടും എന്നാണ് എനിക്ക് ലക്ഷണങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുന്നത്. അതായത് ഈ ഭാഗത്ത് റോഡൊക്കെ 4 വരിപ്പാത ഉണ്ട് ബാലരാമപുരം ജംഗ്ഷൻ വരെ. പക്ഷേ ആ സൈഡിൽ നിങ്ങൾക്ക് കാണാം ചെറിയ തോതിൽ കടകളൊക്കെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇനിയും കൺസ്ട്രക്ഷൻ നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതാ ഇവിടെയാണ് സ്ഥലം എടുക്കുന്നതായിട്ട് കണ്ടത്. ഈ കട നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണോ അതോ വേറെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണോ ഇവിടെ പൊളിച്ചതെന്ന് അറിയില്ല. കാരണം ഇവിടെ ഓൾറെഡി 4 വരിപ്പാതയാണല്ലോ. 4 വരിപ്പാതയാണെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലെ ഒരു ശാപമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരി 2 സൈഡിലും ഓരോ വരി വെച്ചങ്ങ് പാർക്കിങ്ങിന് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ സ്ഥലമൊന്നും വെച്ച് കാണത്തില്ല. അയ്യോ, ഫയർഫോഴ്സ് എവിടെയെങ്കിലും വല്ല അപകടം വല്ലതും ഉണ്ടായി കാണും. അപ്പോൾ നമുക്കിനി കുറച്ച് ദൂരം ഈ സൈഡിലോട്ട് പോകാം. കാരണം ഇവിടെയും ചെറിയ തോതിൽ വർക്ക് നടക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല. അതായത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു ഏരിയ അങ്ങ് എടുത്ത് ഇങ്ങോട്ട് തിരിയുന്ന വഴിയൊക്കെ അവർ സെപ്പറേറ്റ് വീതി കൂട്ടി എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ പുരോഗതി അനുസരിച്ച് നമുക്കിതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഈ സഞ്ചരിക്കുന്ന റൂട്ടിലോട്ടാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുള്ളത്, ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുള്ളത്. അത് അടിപൊളിയായിരുന്നു. എൻ്റെ ചേട്ടൻ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ ആ കാറിൻ്റെ ഡോറയിലിരുന്നേനെ ആ സ്കൂട്ടർ. ആൾക്കാർക്കൊന്നും ഒരു നോട്ടവും ഇല്ല, ചുമ്മാ അങ്ങ് തുറന്നാൽ മതി. ഇത് കണ്ടത് അവിടെ ആ പാർക്കിംഗ് കാരണം പിന്നെയും ബ്ലോക്ക്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വീതി കൂട്ടണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം. ഇതുപോലുള്ള അനധികൃതമായിട്ടുള്ള ആളുകളുടെ പാർക്കിങ്ങും ഒക്കെ നമുക്ക് ബ്ലോക്ക് കൂട്ടത്തേ ഉള്ളൂ ഇതുപോലുള്ള ജംഗ്ഷനുകളിൽ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി തിരിച്ചു പോകാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ റോഡ് അങ്ങോട്ടാണ്, നേരെ താഴോട്ട് പോകുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വീതി കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, വീതി കൂട്ടിയാൽ മാത്രമേ നമുക്ക് വണ്ടികൾ നല്ല തോതിൽ ബ്ലോക്കില്ലാതെ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥലത്തെ നിലവിലെ കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തോതിൽ വീതി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഗമമായിട്ട് കണ്ടെയ്നർ നീക്കങ്ങളും നടക്കും. അതേപോലെ നാഗർകോവിലിനുള്ള പാത നല്ല വീതി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഗതാഗതം കൂടുതൽ സുഗമമാകും.
പീക്ക് സമയത്തൊക്കെ ഇപ്പോഴും ഈ റോഡിൽ, അതായത് നെയ്യാറ്റിൻകര കഴിഞ്ഞ് നമ്മൾ ബാലരാമപുരത്തേക്ക് വരുമ്പോൾ ബ്ലോക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ റോഡിന് വീതി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരവസ്ഥയൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സൈഡിലും ചെറിയ തോതിൽ കടകളൊക്കെ പൊളിച്ച് അവർ വർക്ക് നടത്തുന്നുണ്ട്. ഇവിടെയൊക്കെ പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ, ചില ദിവസം രാത്രിയിലൊക്കെ ഇതുവഴി ഞാൻ പാസ് ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. ഇത് കുറേ നാൾ മുന്നേ പൊളിച്ചൊരു സ്ഥലമാണ്. ഇവിടെ ഇത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാണാം, കടകളെല്ലാം ഒരുമാതിരി പഴയ പണ്ട് എന്തായിരുന്നോ അതും അതിൽ നിന്ന് ഡീഗ്രേഡായി, അതായത് മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ. ഇവിടെ ഒരു പമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഞാൻ പണ്ടൊന്ന് ഞാൻ എൻ്റെ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തൊലിക്കെട്ടി ഞാൻ ടെസ്റ്റ് ചെയ്ത സ്ഥലമാണ്. ഒരു കുഴി ഉണ്ടായിരുന്നു അവിടെ ഒരു ഈ റൂട്ടിൽ കൂടെ സ്ഥിരം പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അവിടെ ഒരു പഴയ കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിൽ വീണ് ഞാൻ തെന്നി അടിച്ചൊരു ലോറിയുടെ മുന്നിലാണ് വീണത്. ഈ പള്ളിയുടെ കാര്യം എന്താവുമെന്ന് അറിയില്ല. മതിലൊക്കെ പൊളിച്ചു തുടങ്ങി, പക്ഷേ എന്താ പറയുക, പിന്നീട് ഒന്നും ഒന്നും കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആ സൈഡിൽ വീതി കൂട്ടേണ്ടതാണ്. എന്താകുമെന്ന് അറിയില്ല. പള്ളി മാറ്റി സ്ഥാപിക്കുമായിരിക്കും. ഇപ്പോൾ ഇവിടങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാണാം കടകളൊക്കെ കൂടുതൽ പുതിയ പുറകോട്ട് ഇറക്കി പുതിയ ബിൽഡിങ്ങൊക്കെ അവർ കെട്ടുന്നുണ്ട്. ഇവിടങ്ങളിലും എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു പള്ളിയുടെ മതിലും ഒക്കെ അകത്തൊക്കെ പൊളിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല തോതിൽ സ്ഥലമെടുത്ത് കടകളൊക്കെ പുറകോട്ട് ഇറക്കി വെച്ച്, അതേപോലെ നമ്മുടെ എന്താ പറയുക, ലെവലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല പാർക്കിംഗ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കാഴ്ചകൾ നല്ലപോലെ കാണാൻ പറ്റാത്തത്. നല്ലപോലെ പുറകോട്ട് ഇറക്കിയാണ് ഇവിടെയൊക്കെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ അവരുടെ ആ പാർക്കിങ്ങൊക്കെ പോകും. ഈ കടയൊക്കെ പൊളിക്കാനുള്ളതാണ്. ഇവിടെ നമ്മുടെ വഴിമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ KSRTC ഒക്കെ ആളെ എടുക്കുന്നത് എന്തോന്നടേ ഇത് നട റോഡിൽ നിർത്തിയാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ പണി നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പുറകോട്ടിറക്കി അതായത് ഏറ്റെടുക്കേണ്ട സ്ഥലം കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്ത് എല്ലാവരും പുതിയ കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 100 മീറ്ററും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വികസനം വരട്ടെ, എത്രയും പെട്ടെന്ന് റോഡിൻ്റെ പണി തീരട്ടെ. കാരണം എത്രയോ കൊല്ലമായി പ്രാവച്ചമ്പലം തൊട്ട് ബാലരാമപുരം വരെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി. എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടം വരെയാണ് ഏകദേശം നമ്മുടെ വീതി കൂട്ടി ചെയ്യുന്ന റോഡ് വരുന്നത്. ഇതിനപ്പുറം അടുത്ത സ്ട്രെച്ചായിരിക്കും. അപ്പം ബാലരാമപുരം മുതൽ വഴിമുക്ക് വരെയുള്ള റോഡ് വികസനത്തിൻ്റെ വീതി കൂട്ടലിൻ്റെ അപ്ഡേറ്റ്സ് അടങ്ങിയ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് തരിക, നിങ്ങളുടെ സപ്പോർട്ട് തുടരുക. അപ്പോൾ താങ്ക് യു ആൻഡ് ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ശ്രീനാഥ്.